നമ്മളെ മാങ്ങ പ്രാവശ്യം അത്യാവശ്യത്തിന് നല്ല മാങ്ങ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 നിലത്തേക്ക് വീണു. അപ്പോൾ ഞാൻ മേലേക്ക് നോക്കുമ്പോൾ ഒരു 3-4 പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് കയറി പറിച്ചു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മുന്നേ 2 വീഡിയോ കണ്ടിരുന്നു, മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അത് അമ്മക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട മാങ്ങയൊക്കെ പറിച്ചെടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം അതൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കണ്ടോ, ഞാൻ മുറിച്ചെടുത്തത് മടി കാരണം ഫുള്ള് മുറിച്ചിട്ടില്ല. പറിച്ച മാങ്ങയൊക്കെ മുറിച്ചിട്ടില്ല, കുറച്ച് മാങ്ങ മുറിച്ചു. മാങ്ങ ഒരു 3-4 പീസൊക്കെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഗ്യാസിന്മേൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം ചൂടാറാൻ വെച്ചിട്ട് അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. വേണമെങ്കിൽ ഒന്ന് അരിച്ചോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ നോക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പുളി വരും. അപ്പോൾ നമ്മൾ മൂവാണ്ട മാങ്ങയായിരുന്നു എടുത്തത്, ഒരു ലേശം പുളി ഉണ്ടായിരുന്നു. ഉറുക്കിലൊരു പാത്രം എടുത്തിട്ട് അതിക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ അടിച്ച ജ്യൂസ് അതിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി.